Welcome back to my channel. In the previous class, we have discussed about open underwriting and firm underwriting. Now we are going to discuss difference between open and firm underwriting. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഓപ്പൺ അണ്ടർ റൈറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ ഫേം അണ്ടർ റൈറ്റിംഗ് എന്താണെന്നുള്ളത് 2023 നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് പ്യുവർ അണ്ടർ റൈറ്റിംഗ് എന്നാണ് ചോദിച്ചത്, ഓപ്പൺ എന്നല്ല പ്യുവർ അണ്ടർ റൈറ്റിംഗ് എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. അപ്പൊ ഇതെല്ലാം ഈ 4 പോയിന്റ് ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ നമുക്കുള്ളത് ഓപ്പൺ അണ്ടർ റൈറ്റിംഗും ഫേം അണ്ടർ റൈറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, an open underwriter agrees to take up the securities of a company only when the all or part of the issue of securities of the company underwritten by him is not fully subscribed for by public. പബ്ലിക് വാങ്ങിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അണ്ടർ റൈറ്റർക്ക് സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേസമയം ഫേം അണ്ടർ റൈറ്റിംഗ് ആണെങ്കിൽ ഇവരായി എഗ്രി ചെയ്തിരിക്കുന്ന സ്പെസിഫൈഡ് നമ്പർ എന്ത് ചെയ്യണം, underwriter subscribe ചെയ്യണം. Firm underwriting is an arrangement under which an underwriter makes a firm commitment to take up a specified number of shares or debentures of a company. ആ കമ്പനിയുടെ സ്പെസിഫൈഡ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് എന്തായാലും ഇവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ഇൻ ദി കേസ് ഓഫ് ആൻ ഓപ്പൺ അണ്ടർ റൈറ്റിംഗ് ദി ലയബിലിറ്റി ഓഫ് ദി അണ്ടർ റൈറ്റർ ഈസ് ഓൺലി കണ്ടീഷണൽ. ഓപ്പൺ അണ്ടർ റൈറ്റിംഗിൽ ലയബിലിറ്റി കണ്ടീഷണൽ ആണ് എന്ന് പറഞ്ഞാലോ, ഓൺലി ഇഫ് ദർ ഈസ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. ഇഷ്യൂ ചെയ്യുന്ന മുഴുവനും ആളുകൾ വാങ്ങിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അണ്ടർ റൈറ്റർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതേസമയം ഫേം അണ്ടർ റൈറ്റിംഗ് ആണെങ്കിലോ ലയബിലിറ്റി ഓഫ് ദി അണ്ടർ റൈറ്റർ ഈസ് അബ്സല്യൂട്ട് ആൻഡ് നോട്ട് കണ്ടീഷണൽ. അബ്സല്യൂട്ട് ആണ്, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിൽ ഇവരെന്തായാലും അത് വാങ്ങണം. അതുകൊണ്ടാണ് ഇത് എന്താണെന്ന് പറയുന്നത്, absolute ആണെന്ന് പറയും. Third point, in an open underwriting, liability of the underwriter arises only from the normal or open underwriting agreement. ഇവിടെ ആ അണ്ടർറൈറ്റിംഗ് ഓപ്പൺ അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത്. In firm underwriting, liability of the underwriter arises from both open underwriting and firm underwriting. Firm underwritingൽ ഇത് രണ്ടും വരുന്നുണ്ട്. രണ്ടിന്റെ ബേസിലും അണ്ടർ റൈറ്റർക്ക് ലയബിലിറ്റി വരും. ദെൻ ഫോർത്ത് പോയിന്റ്, ആൻ ഓപ്പൺ അണ്ടർ റൈറ്റിംഗ് ക്യാൻ എക്സിസ്റ്റ് ബൈ ഇറ്റ് സെൽഫ്. എ ഫേം അണ്ടർ റൈറ്റിംഗ് ഓൾവേസ് ഗോസ് വിത്ത് ആൻ ഓപ്പൺ അണ്ടർ റൈറ്റിംഗ്. ഓപ്പൺ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതേസമയം ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ എന്തുകൂടിയുണ്ട്, ഓപ്പൺ അണ്ടർ റൈറ്റിംഗും ഉണ്ടായിരിക്കും. These are the differences between open and firm underwriting.